പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ റോക്കറ്റ് കൺട്രോളർ, അതായത് വൈഫൈയുടെ പിക്സൽ കൺട്രോളർ എങ്ങനെയാണ് മൊബൈൽ ആപ്ലിക്കേഷനിൽ കണക്ട് ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്നതെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് പിക്സലിൻ്റെ ഒരു വൈഫൈ കൺട്രോളറാണ്, മൾട്ടിപർപ്പസ് വൈഫൈ കൺട്രോളറാണ്. ഈ ഒരു കൺട്രോളർ തോരണം പോലെയുള്ള എഫക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കൺട്രോളറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, വൈഫൈ ഉപയോഗിച്ച് ഫോൺ വഴി നമുക്ക് ഈ ഒരു കൺട്രോളറിനകത്തേക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ പേരുകൾ എഴുതി അയക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇൻബിൽറ്റ് ഡിസൈൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിസൈൻ മാറി മാറി LED വരും. പേര് നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ ഇതിനകത്തേക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടുന്നത്, ഫോണിൽ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുക, വൈഫൈയിൽ ലോങ് പ്രസ് ചെയ്യുക. വൈഫൈയിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ കൺട്രോളറിൻ്റെ പേര് റോക്കറ്റ് എന്ന് പറഞ്ഞ പേരിൽ തുടങ്ങും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് ചോദിക്കും. 87654321 ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പാസ്വേഡ്. അതിനുശേഷം ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോവുക. ഗൂഗിൾ ക്രോമിൽ ഇവിടെ ഒരു IP അഡ്രസ്സ് നമുക്ക് അടിച്ചു കൊടുക്കാനുണ്ട്. 192.168.4.1 ഇതാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ട IP അഡ്രസ്സ്. സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു IP അഡ്രസ്സ് അടിച്ച് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പേജ് വരും. ഇതിനകത്ത് നമുക്ക് ഡിസൈന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ആ ഒരു സമയത്ത് നമുക്ക് പേരൊക്കെ അടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അടിച്ചു കൊടുക്കാം. നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ മലയാളത്തിൽ ഞാൻ KUMAR കുമാർ എന്ന് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ അത് വന്നിട്ടുണ്ട്. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഹൈറ്റ് വിഡ്ത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കംപ്രസ് ചെറുതാക്കി അങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ടിത് വരും. ഇപ്പോൾ കുറച്ച് ബ്ലറായിട്ടുണ്ട്. സെറ്റിങ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ വന്നിട്ടുണ്ട് സംഗതി. അത് നമ്മൾ ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മേളിൽ അപ്ലോഡിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇത് കൺട്രോളറിനകത്തേക്ക് സെൻഡ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു കൺട്രോളറിനകത്തേക്ക് സെൻഡ് ചെയ്യുന്നത്. 1 മിനിറ്റാണ് ഈ ഒരു ടെക്സ്റ്റ് വരിക. ടെക്സ്റ്റ് നീളം കൂടുതലുള്ളതാണെങ്കിൽ അത് ഫുൾ എഴുതി പോകുന്നവരെ അത് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഡിസൈൻ വരിക. അതിനുശേഷം നമുക്ക് താഴോട്ട് എഫക്റ്റിൻ്റെ സ്പീഡ്, ഇവിടെ വയറിങ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്രത്യേകത, ഇതിനകത്ത് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 10 മുതൽ മേളിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആകെ മൊത്തം 1000 ബൾബാണ് ഇതിനകത്ത് കൺട്രോൾ ആവുക. അതിനകത്ത് നമുക്ക് ഹൈറ്റ് നമുക്ക് 10, 12, 14, 16 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനനുസരിച്ച് വിഡ്ത്തിലുള്ള LED എണ്ണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 1000-നകത്തോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ തിരിച്ച് 10 തന്നെ ആക്കുകയാണ്. 1060 എന്നുള്ള ഇത് തന്നെ ഞാൻ എന്ത് ചെയ്തു, സേവ് സെറ്റിങ്സ് കൊടുക്കുകയാണ്. എന്നിട്ട് ഏറ്റവും അവസാനം സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്യുമ്പോൾ കൺട്രോളറിനകത്തേക്ക് അത് സെൻഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു കൺട്രോളർ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.